അപ്പോ നിങ്ങളുടെ മനസ്സിലൊരു കിടിലൻ ബിസിനസ് ഐഡിയ ഉണ്ടല്ലേ? പക്ഷേ അത് യാഥാർത്ഥ്യമാക്കണമെങ്കിൽ പണം വേണ്ടേ? അതെവിടുന്ന് കിട്ടും? ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഏതൊരു സ്ഥാപകനും നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയെക്കുറിച്ചാണ്: ഫണ്ടിംഗ്. അതെ, നിങ്ങളുടെ കയ്യിലൊരു ഗംഭീര ഐഡിയയുണ്ട്. സൂപ്പർ. പക്ഷേ ആ സ്വപ്നം എങ്ങനെ യാഥാർത്ഥ്യമാക്കും? അതിന് പണം വേണ്ടേ? ഏതൊരു സംരംഭകനും ഒരു ഘട്ടത്തിൽ ഈ ചോദ്യം സ്വയം ചോദിച്ചിട്ടുണ്ടാകും. വരൂ, ഈ ചോദ്യത്തിനുള്ള ഉത്തരം നമുക്ക് ഒരുമിച്ച് കണ്ടെത്താം. അപ്പോ ഈ ഫണ്ടിംഗ് എന്ന വലിയ ലോകത്തിലൂടെ നമ്മൾ ഒരുമിച്ചൊരു യാത്ര പോവാൻ പോവുകയാണ്. 5 പ്രധാന സ്റ്റോപ്പുകളാണ് ഈ യാത്രയ്ക്കുള്ളത്. ആദ്യം നമ്മൾ സ്വയം ചോദിക്കേണ്ട വലിയ ചോദ്യം എന്താണെന്ന് നോക്കാം. പിന്നെ നമ്മുടെ മുന്നിലുള്ള 5 ഓപ്ഷനുകൾ ഏതൊക്കെയാണെന്നും അവയുടെ ഗുണങ്ങളും ദോഷങ്ങളുമൊക്കെ നമുക്ക് ചർച്ച ചെയ്യാം. അതിനുശേഷം നിങ്ങൾക്ക് ഏറ്റവും അനുയോജ്യമായത് എങ്ങനെ കണ്ടെത്താമെന്നും അവസാനം ആ കരാറിൽ ഒപ്പിടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നും മനസ്സിലാക്കാം. ശരി, അപ്പോൾ നമുക്ക് തുടങ്ങാം. നമ്മുടെ ആദ്യത്തെ സ്റ്റോപ്പ്. ഇവിടുത്തെ പ്രധാന ചോദ്യം ഇതാണ്: നിങ്ങളുടെ കമ്പനി എന്ന റോക്കറ്റിനെ പറന്നുയരാൻ ഏത് തരം ഇന്ധനമാണ് വേണ്ടത്? നിങ്ങളുടെ ഐഡിയ ഒരു തുടക്കത്തിലാണെങ്കിലും അല്ലെങ്കിൽ അത് വളർച്ചയുടെ ഘട്ടത്തിലാണെങ്കിലും ഈ ചോദ്യത്തിന് വലിയ പ്രാധാന്യമുണ്ട്. ഒരു കാര്യം എപ്പോഴും ഓർക്കണം: എല്ലാവർക്കും ഒരേപോലെയുള്ളൊരു ഫണ്ടിംഗ് രീതിയില്ല. അത് ശരിയാവില്ല. ശരിക്കും പറഞ്ഞാൽ നിങ്ങളുടെ ലക്ഷ്യം എന്താണോ അതിനെ ആശ്രയിച്ചിരിക്കും എല്ലാം. നിങ്ങൾ ബിസിനസ് വലുതാക്കാനാണോ പണം നോക്കുന്നത്, അതോ പുതിയ പ്രൊഡക്റ്റുകൾ ഉണ്ടാക്കാനാണോ? ചിലപ്പോൾ ദൈനംദിന കാര്യങ്ങൾ നടത്താൻ വേണ്ടിയാകാം. എന്തിനാണ് പണം? അവിടെ നിന്നാണ് എല്ലാം തുടങ്ങുന്നത്. അപ്പോൾ ശരി, ഇനി നമുക്ക് ക്യാപിറ്റൽ, അതായത് മൂലധനം കണ്ടെത്താനുള്ള ആ 5 പ്രധാന വഴികൾ ഏതൊക്കെയാണെന്നൊന്ന് വിശദമായിട്ട് നോക്കിയാലോ? ആദ്യത്തെ വഴി ഇക്വിറ്റി ഫിനാൻസിംഗ്. സംഭവം സിമ്പിളാണ്. ഇൻവെസ്റ്റേഴ്സ്, അതായത് നിക്ഷേപകർ, നിങ്ങൾക്ക് പണം തരും. പകരം നിങ്ങൾ എന്തു കൊടുക്കും? നിങ്ങളുടെ കമ്പനിയുടെ ഒരു ഭാഗം, ഒരു ഷെയർ. ഇതിന്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ ആ പണം തിരികെ കൊടുക്കണ്ട, പക്ഷേ കമ്പനിയിലുള്ള നിങ്ങളുടെ ഉടമസ്ഥാവകാശം കുറയും. ഇനി രണ്ടാമത്തത് ഡെറ്റ് ഫൈനാൻസിംഗ്. പേര് കേൾക്കുന്ന പോലെ തന്നെ കടം വാങ്ങുന്ന പരിപാടിയാണിത്. ബാങ്കുകളിൽ നിന്നോ മറ്റ് സ്ഥാപനങ്ങളിൽ നിന്നോ പലിശ സഹിതം തിരിച്ചടയ്ക്കണം എന്ന വ്യവസ്ഥയിൽ പണം കടം വാങ്ങുന്നു. ഇവിടെ കമ്പനിയുടെ പൂർണ്ണ നിയന്ത്രണം നിങ്ങളുടെ കയ്യിൽ തന്നെ ഇരിക്കും, പക്ഷെ ഒരു വലിയ ബാധ്യതയുണ്ട്: കൃത്യമായി തിരിച്ചടച്ചേ പറ്റൂ. മൂന്നാമത്തെ ഓപ്ഷൻ ഗ്രാന്റുകൾ. ഇതിന്റെ ഏറ്റവും വലിയ ആകർഷണം എന്താണെന്നറിയോ? ഇത് തിരിച്ചടയ്ക്കേണ്ട പണമല്ല. സാധാരണയായി ഗവൺമെന്റിൽ നിന്നോ വലിയ ഫൗണ്ടേഷനുകളിൽ നിന്നോ ഒക്കെയാണത് ലഭിക്കുക. നിങ്ങളുടെ ഓണർഷിപ്പ് പൂർണ്ണമായും നിങ്ങളിൽ തന്നെയിരിക്കും. പക്ഷേ ഇതങ്ങനെ എല്ലാവർക്കും കിട്ടില്ല. അതിന് ചില പ്രത്യേക യോഗ്യതകളൊക്കെ വേണം. നാലാമത്തെ വഴി കുറച്ചൊരു ഹൈബ്രിഡ് ഐറ്റമാണ്: കൺവേർട്ടിബിൾ നോട്ട്. തുടക്കത്തിൽ ഇതൊരു ലോൺ പോലെയാണ്, പക്ഷെ പിന്നീട് അത് ഇക്വിറ്റിയായി, അതായത് കമ്പനിയുടെ ഷെയറായി മാറും. ഇതിന്റെ ഒരു പ്രധാന ഗുണം, നിങ്ങളുടെ കമ്പനിക്ക് ഇപ്പോൾ എത്ര വിലയുണ്ടെന്ന് കണക്കാക്കുന്നത് തൽക്കാലത്തേക്ക് ഒന്ന് മാറ്റിവെക്കാമെന്നതാണ്. ഇത് സ്റ്റാർട്ടപ്പുകൾക്ക് വളരെ ഉപകാരപ്രദമാണ്. അഞ്ചാമത്തെ ഓപ്ഷൻ റവന്യൂ ബേസ്ഡ് ഫൈനാൻസിംഗ്. ഇതിന്റെ ഒരു പ്രത്യേകത എന്താച്ചാൽ, നിങ്ങൾ പണം തിരിച്ചടയ്ക്കുന്നത് നിങ്ങളുടെ കമ്പനിയുടെ വരുമാനത്തിന്റെ ഒരു നിശ്ചിത ശതമാനമായിട്ടായിരിക്കും. അതായത് ബിസിനസ് നന്നായി നടന്നാൽ കൂടുതൽ തിരിച്ചടയ്ക്കും, കുറവാണെങ്കിൽ കുറച്ച്. ഉടമസ്ഥാവകാശം നഷ്ടപ്പെടില്ല, പക്ഷേ നിങ്ങളുടെ വരുമാനത്തിൽ നിന്ന് ഒരു പങ്ക് അവർക്ക് കൊടുക്കേണ്ടി വരും. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ 5 വഴികളോ ഒന്ന് പെട്ടെന്ന് നോക്കാം. കണ്ടില്ലേ, ഓരോന്നിനും അതിൻ്റെതായ ഗുണങ്ങളും ദോഷങ്ങളും ഉണ്ട്. ചിലപ്പോൾ ഓണർഷിപ്പ് കൊടുക്കേണ്ടി വരും, ചിലപ്പോൾ കടം വീട്ടേണ്ടി വരും. ഈ ടേബിൾ നോക്കിയാൽ ആ വ്യത്യാസം ഒറ്റയടിക്ക് മനസ്സിലാവും. അതെ, പണം കിട്ടുന്നത് കൊള്ളാം, പക്ഷേ നമ്മളെപ്പോഴും ചോദിക്കേണ്ട ഒരു ചോദ്യമുണ്ട്: അതിനു പകരമായി നമ്മൾ എന്ത് വിട്ടുവീഴ്ച ചെയ്യുന്നുണ്ട്? അടുത്തതായി നമുക്ക് ഈ ഗുണദോഷങ്ങളെക്കുറിച്ച് വിശദമായി സംസാരിക്കാം. എന്നാലല്ലേ നിങ്ങൾക്ക് ശരിയായ വഴി തിരഞ്ഞെടുക്കാൻ പറ്റൂ. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ഏറ്റവും നല്ല ഫണ്ടിംഗ് രീതി തിരഞ്ഞെടുക്കാൻ പറ്റുക? ഇതിനായി നമ്മൾ 5 കാര്യങ്ങൾ ശ്രദ്ധിക്കണം. 1. കമ്പനിയിൽ നിങ്ങൾക്ക് എത്രത്തോളം കൺട്രോൾ വേണം? 2. ഈ പണത്തിന് നിങ്ങൾ എന്ത് വില കൊടുക്കാൻ തയ്യാറാണ്? 3. എത്ര വേഗത്തിൽ നിങ്ങൾക്ക് പണം വേണം? 4. ഇതിലെ റിസ്ക് എത്രത്തോളം ഉണ്ട്? അവസാനമായി, ഈ ഫണ്ടിംഗ് നിങ്ങളുടെ വളർച്ചയ്ക്ക് എത്രത്തോളം സഹായകമാകും? അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നിങ്ങളൊരു വലിയ തീരുമാനമാണ് എടുക്കുന്നത്. ഒന്നുകിൽ നിയന്ത്രണം കുറയ്ക്കുക, അല്ലെങ്കിൽ ബാധ്യത കൂട്ടുക. ഇക്വിറ്റി എടുക്കുമ്പോൾ നിങ്ങളുടെ ഓണർഷിപ്പ് കുറയും, പുതിയ പാർട്ട്നേഴ്സ് വരും. കടമെടുക്കുമ്പോഴോ കൺട്രോൾ മുഴുവൻ നിങ്ങളുടെ കയ്യിൽ തന്നെ, പക്ഷേ തിരിച്ചടവ് ഒരു വലിയ ഉത്തരവാദിത്തമായി മാറും. പക്ഷേ ഒരു കാര്യം ഓർക്കണം: ഏറ്റവും മികച്ച സ്ട്രാറ്റജി എന്ന് പറയുന്നത് എപ്പോഴും ഒരൊറ്റ വഴി തിരഞ്ഞെടുക്കുന്നതായിരിക്കില്ല. പലപ്പോഴും ഇവയുടെ ഒരു മിശ്രിതം കണ്ടെത്തുന്നത് വളരെ പ്രധാനമാണ്. അതെ, പലപ്പോഴും ഇവയൊക്കെ ഒരുമിച്ച് ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഒരു ഹൈബ്രിഡ് സ്ട്രാറ്റജി. ഈ ഉദാഹരണം നോക്കൂ. ഇവിടെ പ്രധാന ഫണ്ടിങ്ങിനു വേണ്ടി 70% ഈക്വിറ്റിയും ചെറിയ ചില കാര്യങ്ങൾക്കായി 30% ഗ്രാന്റും ഉപയോഗിക്കുന്നു. ഇതൊരു അടിപൊളി മിക്സ് അല്ലേ? ഇങ്ങനെ ചെയ്യുമ്പോൾ റിസ്ക് കുറയ്ക്കാനും അതേസമയം വേഗത്തിൽ വളരാനും സാധിക്കും. ശരി, അപ്പോൾ നിങ്ങൾ ഏതു വഴി വേണമെന്ന് തീരുമാനിച്ചു, ഇൻവെസ്റ്ററേയും കണ്ടെത്തി. ഇനി ആ പേപ്പറിൽ ഒപ്പിടുന്നതിന് തൊട്ടുമുൻപ് എന്തൊക്കെയാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്?
ഇവിടെ പ്രധാനമായും 3 സ്റ്റെപ്പുകളുണ്ട്. ഒന്നാമത്തേത് എക്സ്പെക്ടേഷൻസ് മനസ്സിലാക്കുക. അതായത് ആ പണം തരുന്നയാൾക്ക് എന്ന് തിരികെ വേണം, ലാഭവിഹിതമാണോ അതോ മറ്റെന്തെങ്കിലുമാണോ. 2 നിയമപരമായ കാര്യങ്ങൾ, എല്ലാ രേഖകളും കൃത്യമാണെന്ന് ഉറപ്പാക്കുക. വേണമെങ്കിൽ ഒരു എക്സ്പേർട്ടിന്റെ സഹായം തേടുന്നത് വളരെ നല്ലതാണ്. അവസാനമായി നിയമപരമായ മറ്റ് അനുമതികൾ, അതായത് ഗവൺമെന്റ് അപ്രൂവൽ പോലുള്ളവയുണ്ടെന്ന് ഉറപ്പുവരുത്തുക. അപ്പോൾ നമ്മൾ ഈ ചർച്ച അവസാനിപ്പിക്കുമ്പോൾ ഈ ഒരൊറ്റ ചോദ്യം ഞാൻ നിങ്ങൾക്ക് വിട്ടുതരുന്നു. നിങ്ങളുടെ ബിസിനസ്സിന് വേണ്ട പണം, കമ്പനിയിലുള്ള നിങ്ങളുടെ നിയന്ത്രണം, പിന്നെ അതിന്റെ ദീർഘകാല നിലനിൽപ്പ്, ഇവ മൂന്നും തമ്മിലൊരു ബാലൻസ് കൊണ്ടുവരുന്ന ഏറ്റവും നല്ല ഫണ്ടിംഗ് ഓപ്ഷൻ ഏതാണ്? ആ ഉത്തരം കണ്ടെത്തുന്നത് നിങ്ങളുടെ ബിസിനസ് യാത്രയിലെ ഏറ്റവും നിർണായകമായൊരു ചുവടുവയ്പ്പായിരിക്കും.